എന്താണ് ലൂപ്പ് ബാക്ക് IP അഡ്രസ് 127.0.0.1? ഈ ഒരു അഡ്രസ്സ് നമ്മൾ IP ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സെപ്പറേറ്റ് അഡ്രസ്സ്, ഈ ഒരു ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് ഇതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, 127.0.0.1. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ നെറ്റ്വർക്കിംഗ് അറിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനകത്തോട്ട് ഈ മേഖലയിലോട്ട് പോകണവർ, ലൂപ്പ് ബാക്ക് അഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് ഈ ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് എടുക്കുക, ഇപ്പോൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പോ എന്തും ആകട്ടെ. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ്വർക്ക് വർക്ക് ചെയ്യാനായിട്ട്, അതായത് ഒരു വൈഫൈ ആകാം, വൈഫൈ അല്ലെങ്കിൽ ഒരു ലാൻഡിലാകാം ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോർമലി നമ്മുടെ ആ ഒരു ഡിവൈസിന്, ഇപ്പോൾ കമ്പ്യൂട്ടർ ആയാലും കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയാലും ലാപ്ടോപ്പിലും അതിൻ്റെ ഇൻബിൽഡായിട്ടൊരു എന്തുണ്ടാവും? ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ ഉണ്ടാവും. ആ നെറ്റ്വർക്ക് അഡാപ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു നെറ്റ്, അത് വൈഫൈ ആയാലും ലാൻ ആയാലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ വേണം. ആ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു, ഇപ്പോൾ നമ്മുടെ ലാൻ കേബിൾ കുത്തിയാൽ പോലും അത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിൽ ആ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ പ്രോപ്പർ ആയിരിക്കണം. അതാണ് നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് അഡാപ്റ്റർ വൈഫൈയുടെ ഉണ്ടാവും, അതുപോലെ തന്നെ ലാൻഡിലാണെങ്കിൽ ലാൻഡ് അഡാപ്റ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിയാണോ എന്ന്, അതായത് ഇത് വർക്കിംഗ് ആണോ, പ്രോപ്പർ അല്ല വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടില്ല. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു IP അഡ്രസ്സാണ് ഈ 127.0.0.1. അപ്പോൾ ഈ ഒരു അഡ്രസ്സിൽ നമ്മൾ പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ഈ അഡ്രസ്സിലോട്ട് പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ നെറ്റ്വർക്ക് അഡാപ്റ്റർ വർക്കിംഗ് ആണോ എന്ന് നമുക്കവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ലാൻ കേബിൾ കൊടുത്താലും വൈഫൈ കൊടുത്താലും നമുക്കത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ റൗട്ടറിൽ കംപ്ലയിൻറ്റ് എന്താണെന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുന്നുള്ളതൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു നിങ്ങൾക്ക് തോന്നിയാണ് ആ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ, ആ കമ്പ്യൂട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്, അതിൻ്റെ നെറ്റ്വർക്ക് കാർഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് എന്ന് തോന്നിയാണെങ്കിൽ ഈ ഒരു ലൂപ്പ് ബാക്ക് അഡ്രസ്സിലോട്ട് ഒന്ന് പിങ് ചെയ്താൽ മാത്രം നമുക്കത് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് പിങ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോർമലി പിങ് ചെയ്യണ പോലെയല്ലേ CMD എടുക്കുക. CMD എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നത് നമുക്ക് ഈ സെർച്ചിൽ നമ്മൾ ജസ്റ്റ് CMD എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു CMD എന്ന് ടൈപ്പ് ചെയ്താൽ മതി. CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കാണുന്ന ലൂപ്പ് ബാക്ക് IP അഡ്രസ്സിലോട്ട് നമ്മൾ പിങ് ചെയ്യും. അപ്പോൾ അതിൽ പിങ് ചെയ്യണം എങ്ങനെയാണ്? നോർമലി നമ്മൾ അടിക്കുന്ന പോലെ തന്നെ പിങ് സ്പേസ് 127.0. ക്ഷമിക്കണം, നമുക്ക് പിങ് സ്പേസ് 127.0.0.1 ഈ ഒരു IP അഡ്രസ്സിലോട്ട് നമ്മൾ പിങ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, പിങ് ചെയ്യണത്. അപ്പോൾ അതിന് മുമ്പ് പിങ് ചെയ്യുമ്പോൾ നമുക്കൊരു -T ഇട്ടിട്ട് പിങ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പിങ് പോകാൻ നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ ആ പിങ് കൊടുക്കുകയാണ്. പിങ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ റിപ്ലൈ വരുന്നുണ്ടല്ലേ, റിപ്ലൈ ഫ്രം. എന്നാൽ ഈ അതേസമയം നമ്മളിവിടെ നെറ്റ് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ പുറത്തുനിന്നല്ല ഈ പിങ് വരുന്നത്. ഇത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിലോട്ടാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കാർഡ് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടി അതിലാണ് ആ ഒരു പിങ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് പിങ് വരാനായിട്ട്. ഇവിടെ വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഇവിടെ എല്ലാം കാണിക്കുന്നുള്ളൂ, ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ പിങ്ങിൻ്റെ റിപ്ലൈ വന്നിട്ടില്ലേ, റിപ്ലൈ ഫ്രം ആ ഒരു ഈ ഒരു IP അഡ്രസ്സ്, അതായത് ഈ ഒരു ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ്. അപ്പോൾ ഈ ലൂപ്പ് ബാക്ക് IP അഡ്രസ്സിലൂടെ നമുക്കത് മനസ്സിലാക്കാം ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കാർഡ്, അതായത് ഇതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ, നെറ്റ്വർക്ക് കാർഡ് ഓക്കെയാണ്, വർക്കിംഗ് ആണ്, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു സൈറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു സംശയം തോന്നിയാണ് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പമല്ല, മോഡം വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ട്രൂ ലാൻ ആണെങ്കിൽ ലാൻ വർക്കിംഗ് ആണ്, സ്വിച്ചൊക്കെ വർക്കിംഗ് ആണ്, പക്ഷേ ആ ഒരു കമ്പ്യൂട്ടറിലാണ് കിട്ടാത്തത്. അതിൻ്റെ മേബി ആ ഒരു പോർട്ടിൻ്റെ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ആ പോർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു RJ പോർട്ട് ഉണ്ടാവും, ആ പോർട്ടിലാണെങ്കിൽ കണക്ട് ചെയ്യുന്ന ആ പോർട്ടിന് കംപ്ലയിൻ്റ് ആണെങ്കിൽ, അത് കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും കംപ്ലയിൻ്റ് ആണെങ്കിൽ, നമുക്ക് എങ്ങനെ ഇതുപോലെ നമുക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് പരിശോധിക്കാം. ആ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡ് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു പിങ് ടെസ്റ്റ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു IP അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ 128
127.0.0.1 എന്ന ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓർത്തിരിക്കുക, മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആവശ്യം വരുന്ന ഒന്നാണിത്.